നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുമായി നോ കോണ്ടാക്ട് ഇരിക്കുന്ന ആളുമായിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണുമായി നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്, അതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. അടുത്ത ചോദ്യം, നിങ്ങളെ അവർ ഓർക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അവരെന്ത് ആക്ഷനാണ്, എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കുക എന്ന് ചോദിക്കും. ഇനി അവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് ഫൈനൽ ക്വസ്റ്റ്യൻ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഭവാനി, നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഭവാനി, രണ്ടാമത്തെ കാർഡ് നമ്മൾ മാറ്റുകയാണ്, മൂന്നാമത്തെ കാർഡ് മാറ്റുകയാണ്. നമ്മൾ ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭവാനി, നമുക്ക് ആദ്യം ഓറക്കിൾ കാർഡ്സ് നോക്കാം. ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. കാർഡ് തിരിഞ്ഞിരുന്നു ഭഗവാനെ. ഓ ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. രണ്ട് കാർഡ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട്. അപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട് നിങ്ങളുടെ ഫാമിലിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏത് ഫാമിലി ആയിക്കോട്ടെ, ഇമോഷണൽ സപ്പോർട്ടാണ്. നമ്മൾ ഫിനാൻസ് അവർക്ക് വാരിക്കോരി കൊടുത്താലും നമ്മളുടെ ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് കിട്ടിയില്ലെങ്കിൽ, മക്കൾക്കായാലും ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും അമ്മയ്ക്കായാലും അച്ഛനായാലും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ആരാണെങ്കിലും നമ്മൾ പണം മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്നുണ്ട്. എന്തോ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ വില അറിയുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വലിയൊരു പാഠമാണ് തരാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി, തേർഡ് പാർട്ടിയോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങളുടെ ഫാമിലിയെ നിഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നില്ല എന്ന ഒരു കാര്യം കൂടെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ എന്താണ് ചെയ്യുന്നത്? കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണലി, പുറമെ കാണുമ്പോൾ വളരെ ഇമോഷണലി സ്ട്രോങ് ആയ ഒരാളായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ കടൽ ഇരമ്പുന്നുണ്ട്. പുറത്ത് കാണിക്കുന്ന അതേ ഇമോഷനാണ് ആ പേഴ്സണിന്റെ മനസ്സിൽ ഇപ്പോൾ, പക്ഷേ മുഖത്ത് അത് കാണില്ല. പുറമെ ഈ പേഴ്സൺ കാണിക്കുന്നത് വേറൊരു മുഖമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഈ പേഴ്സൺ വളരെ ഇൻസെക്യൂർഡ് ആയിരിക്കാം. മനസ്സിലായി? എല്ലാവരോടും സഹതാപം പോലെ എല്ലാവരുടെയും ദുഃഖങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ദുഃഖങ്ങൾ കേൾക്കുക, അവർക്ക് സിമ്പതി കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. സിമ്പതി കാണിക്കുന്നതുകൊണ്ട് ആർക്കും ഗുണമൊന്നുമില്ല. സിമ്പതിയല്ല, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ്. പക്ഷെ അത് ഈ പേഴ്സൺ ചെയ്യാറില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടുത്തെ. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ് കാണിക്കുന്നത്.
എല്ലാവരോടും സ്നേഹമുണ്ട്, സഹതാപമുണ്ട്, എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന ആണെങ്കിലും അതിന് വേണ്ട അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക കൂടി ചെയ്താലേ അത് പൂർണ്ണമാകുകയുള്ളൂ. അത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എംപ്രസ് ആണ്. ഓക്കെ, എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രോത്ത്, എന്തോ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ ഒരു ഗ്രോത്ത്, ഒരു പുരോഗമനം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഡോട്ടർ ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പേഴ്സൺ പെരുമാറുന്നത് വളരെ ഇമ്മെച്യൂർഡ്, ഒരു വളരെ മെച്യൂർഡായ എനർജിയാണ്. ചിലപ്പോൾ വിവാഹം കഴിച്ച ഒരു എനർജിയായി, കുട്ടികളുള്ള ഒരു എനർജി ആയിരിക്കും. പക്ഷേ ആ പേഴ്സൺ ആരുടെയോ അടുത്ത് എത്തുമ്പോൾ വളരെ ഇന്നസെന്റ് ആയിട്ട്, വളരെ ഇമ്മെച്യൂർഡ് ആയിട്ടാണ് പെരുമാറുന്നതെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഈ പേഴ്സന്റെ സ്വഭാവം. അപ്പോൾ ഒരു എംപ്രസ് ചിലപ്പോൾ വിവാഹം കഴിച്ച് നിറയെ കുട്ടികളുള്ള, വളരെ മെച്യൂർഡായ, ഇഷ്ടം പോലെ പൈസയുള്ള ഒരു, ഇത് ഫീമെയിൽ എനർജിയാണ് കാണിക്കുന്നത്, ആവണം എന്നില്ല, അതിൻ്റെ അധീനതയിലാണ് ഈ നിങ്ങളുടെ പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എനർജി നിങ്ങളുടെ പേഴ്സണെ ഒരു കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. ചിലപ്പോൾ ഇത് ഈ പേഴ്സന്റെ അമ്മയാകാം, അച്ഛനാകാം, കേട്ടോ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചെയ്യുന്ന ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിലേക്ക് പോയേക്കുകയാണ്. ഈ പേഴ്സൺ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടുണ്ടോ ഇത് നോക്കാം നമുക്ക്. അപ്പോൾ ആ പേഴ്സൺ പോയ ആളെ ഓർത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാതെ പഴയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ അയവിറക്കിയെന്ന് ഞാൻ പറയുക, ഓർക്കുക എന്നല്ല, അയവിറക്കി നിങ്ങൾ ജീവിക്കുകയാണോ? അപ്പം നിങ്ങൾ ദുഃഖിതനാണ്. കാരണം അയ്യോ നഷ്ടപ്പെട്ടു പോയി, എന്നെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ അത് കൊടുക്കുന്നില്ല, അർഹിക്കപ്പെട്ടവർക്ക് നിങ്ങളത് കൊടുക്കുന്നില്ല, അതൊന്നും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ എന്താ പറയുക, ടോറസ് ലീബ്ര സോഡിയാക് സൈൻ ആണ് എംപ്രസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ തന്നെ. അപ്പോൾ നിങ്ങളെ ഓർക്കുന്നുണ്ടോ? യെസ് ഓർ നോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നോ, അവർ നിങ്ങളെ ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലോങ് ടേം വ്യൂ, ഹാർഡ് വർക്ക്, ഇപ്പോൾ ഒരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാനുള്ള ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ പാസ്റ്റിലെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അത്ര വലിയ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തോ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റഡ് ആണ്, എന്തോ ഒരു കാര്യം നടന്നു കിട്ടണം, അത് ലോങ് ടേം ദീർഘവീക്ഷണം, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് നേടിയെടുക്കണമെന്ന ആഗ്രഹത്തിലിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലാരിഫിക്കേഷൻ, ക്യാൻസർ സോഡിയാക് സൈൻ വന്നേക്കുന്നത് ചാരിയറ്റ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ചാരിയറ്റ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ പുരോഗതി കാണുന്നില്ല, ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പം നിങ്ങളോട് ഈ പേഴ്സണ് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് നിങ്ങളുമായിട്ട്. ഈ പേഴ്സണ് നിങ്ങളെ ഓർക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഈ പേഴ്സൺ. അപ്പം നിങ്ങളുമായിട്ട് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ് ഈ പേഴ്സൺ. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ആയിട്ടില്ല. നിങ്ങളിപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്ത് പോയേക്കാണ്, നിങ്ങളായിട്ട് കംപ്ലീറ്റ്ലി ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. ഒരു ഗ്രോത്തും നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നില്ല, തിരിച്ചു വരാനും റീകൺസീലിയേഷനും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഈ പേഴ്സൺ എന്തെങ്കിലും തരത്തിൽ ശ്രമിക്കുമോ? അതാണ് നോക്കേണ്ടത്. യെസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വഴിയുണ്ട്. എന്തിനാണ്? ഒരു പേഴ്സണൽ ക്ലോഷറിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു ഈ പേഴ്സണ് ചിലപ്പോൾ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ടെൻഷനായിട്ടിരിക്കുമ്പോൾ നമ്മൾ പഴയ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യും. എല്ലാവരും അല്ല, ചിലർ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. നമ്മളെ ഓർക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പക്ഷെ നമ്മളുടെ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കലല്ല, നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സണിൻ്റെ ചില പ്രശ്നങ്ങളിൽ ഈ പേഴ്സൺ പെടുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഈ പേഴ്സൺ ശ്രമിക്കും. പക്ഷെ നിങ്ങളോട് ഒരിക്കലും ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല ഈ പേഴ്സൺ, കേട്ടോ. നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുമില്ല, നിങ്ങൾക്ക് ഒരു ഓഫറും തരാനും ആഗ്രഹിക്കുന്നില്ല, നിങ്ങളോട് റിലേഷൻഷിപ്പ് വയ്ക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നേ ഇല്ല. അതാണ് ഇവിടുത്തെ രസം. അപ്പോൾ കുറച്ചൊന്നല്ല, വളരെയധികം സെൽഫിഷ് ആയ ഒരു എനർജിയാണിത്. മനസ്സിലായി? ഈ പേഴ്സൺ മുമ്പോട്ട് പോയി കഴിഞ്ഞു. പക്ഷേ ഈ പേഴ്സൻ്റെ എന്താ പറയുക, ഈ പേഴ്സണ് കുറേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ തേടി പിടിച്ച് നിങ്ങളെ അന്വേഷിച്ച് വരുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത്.
ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ ആണിത്. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ആക്ഷനായിരുന്നു എടുക്കുക? നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അവർ ചിലപ്പോൾ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ആക്ഷനാണ് എടുക്കുക? അവർ എന്ത് ആക്ഷനാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എടുക്കുക? ഇതാണ് നമ്മൾ നോക്കുന്നത്. അവരെന്ത് ആക്ഷനാണ് എടുക്കുക? നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ആക്ഷനാണ് എടുക്കുക നമ്മൾ നോക്കുന്നത്. അവര് ഈ എന്താ പറയുക, പണത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ഇതൊരു 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇത് റിവേഴ്സ് വന്നേക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പണം ചെലവാക്കാൻ വേണ്ടിയിട്ടല്ല ഇത് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ആ പേഴ്സൺ പണം ചെലവാക്കിയിട്ടല്ല, ആ പേഴ്സന്റെ കയ്യിൽ പണമില്ലാതെ വരുമ്പോഴാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക? ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് ഈ പേഴ്സന്റെ പ്രാരാബ്ധങ്ങൾ പറയാൻ ചാൻസ് ഉണ്ട്. പണം വേണം എന്ന് പറയാൻ ചാൻസ് ഇല്ല. നിങ്ങളോട് ഇപ്പോഴും ഇതുണ്ട്, പക്ഷെ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല, അതുകൊണ്ടാണ്. ഒരു സിമ്പതിയുടെ ഡയലോഗ്, അത് ഫിനാൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. 2 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് പറയാൻ പോണത്. സഹതാപം, നിങ്ങളുമായിട്ട് ഭയങ്കര അട്രാക്ഷൻ ആണ്, പക്ഷെ നമ്മൾ തമ്മിലൊരു ഫ്യൂച്ചർ പോസിബിൾ അല്ല, കാരണം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, നിങ്ങളോട് ഭയങ്കരമായ സ്നേഹമുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് കംപ്ലീറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എൻ്റെ സൈഡിൽ നിന്ന്, ഞാൻ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോയിട്ടില്ല എന്നൊക്കെ തരത്തിലുള്ള ഒരു ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ റിലേഷൻഷിപ്പ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല എന്ന് നിങ്ങളോട് നുണ പറയും ഈ പേഴ്സൺ. പിന്നെ പഴയ ബന്ധത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് കോൺടാക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും ഇമോഷണലി ഞാൻ അറ്റാച്ച്ഡ് ആണെന്ന് പറയും, പക്ഷെ ഇമോഷണലി ഒട്ടും അറ്റാച്ച്ഡ് അല്ല. നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കണോ? ഇനിയും നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കണോ? ഇല്ല. നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ നിങ്ങൾ കുറച്ച് കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നിങ്ങളെ ദ്രോഹിച്ച് നിങ്ങളെ ഓർക്കുന്ന പോലുമില്ല, അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങൾ അന്വേഷിച്ച് വരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടി കാത്തിരിക്കണം എന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നോ എന്നാണ് ശരിക്കും പറഞ്ഞത്. യെസിന്റെ കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു എന്താ പറയാ, ഇവിടെ ഒരു ലോങ് ടേം പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പോലും ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞാലും, നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നോക്കിയാലും ഈ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്യുള്ളൂ. പക്ഷെ ഈ പേഴ്സണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ നിങ്ങൾ അവിടെ അവൈലബിൾ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണത്. അപ്പം നിങ്ങൾക്കൊരു ഗുണമില്ലാത്ത എനർജിയാണ്. യൂണിവേഴ്സ് പറയുന്ന നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യേണ്ടെന്നാണ്. പിന്നെ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്. ഇവിടെ നിങ്ങൾ ഈ സിറ്റുവേഷൻ, ഇതൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, ഇവിടെ ഒന്നും പോസിബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ കിങ് ഓഫ് കപ്സ് നേരെ റിവേഴ്സ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കറിയാം ഈ പേഴ്സന്റെ സ്വഭാവം എന്താണ്, ഉദ്ദേശം എന്താണെന്ന്. പക്ഷെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടാണ് നമ്മൾ ഈ പേഴ്സന്റെ പുറകെ നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ പോസിബിലിറ്റി ഒന്നുമില്ല, എന്നാലും നിങ്ങൾ വെറുതെ ഇമോഷണൽ ഇതായിട്ട് അതിന്റെ പുറകെ നടക്കാണ്. യൂണിവേഴ്സ് പറയും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, ഈ പേഴ്സൺ ഇങ്ങനത്തെ സ്വഭാവം ഉള്ള ആളാണ്, അതുകൊണ്ട് ഓക്കെ നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് നിങ്ങളത് ഉപേക്ഷിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാർഡിന്റെ റീഡിങ്. ഇതൊരു ചെറിയ റീഡിങ് ആവാൻ ചാൻസ് ഉണ്ട്, എന്നാലും മാത്രം പ്രസക്തമായ കാര്യങ്ങൾ ആണ് പറയുന്നത്. എലാബറേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ്ങിൻ്റെ ആവശ്യമില്ല ഈ ഒരു ചോദ്യത്തിന്, അതുകൊണ്ടാണ്. പക്ഷേ എന്നോട് ഒരാൾ റീഡിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ റീഡിങ് എടുത്തത് കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ ദേവി മഹാമായേ ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഭഗവാനെ ഭഗവാനെ. ഓ
ഇവിടെ 3 കാർഡ്സാണ് നിങ്ങൾക്ക് വേണ്ടി വന്നേക്കുന്നത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് എംബ്രേസിങ് ദ റെലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ കൂടെയുള്ള ആൾ, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അയാളെ ആ പേഴ്സണെ, സ്ത്രീ ആയാലും പുരുഷനായാലും സ്നേഹിക്കുന്നില്ലായിരിക്കും, നിങ്ങൾക്കൊരു വിലയില്ലായിരിക്കും. യൂണിവേഴ്സ് പറയാം, അപ്പം നിങ്ങൾ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടാവും മനസ്സിൽ. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആളുടെ ആണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. സോൾമേറ്റ് ആണ് അതെന്നാണ് നിങ്ങൾ, പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ കൂടെയുള്ള ആളാണ് നിങ്ങളുടെ സോൾമേറ്റ് എന്നാണ് പറയുന്നത്. അത് തിരിച്ചറിയാനാണ് ആവണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ജ്ഞാനം വേണം. മനസ്സിലായോ? നമ്മൾക്ക് ജ്ഞാനം കുറയുമ്പോഴാണ് നമ്മൾ തെറ്റായ സിറ്റുവേഷനിൽ ചെന്ന് കയറുന്നത്. കാരണം സ്വാർത്ഥതയുണ്ട് ഒന്നാമത്തെ. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യണം. സൗന്ദര്യം കുറഞ്ഞ ആൾ, നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളുകളെയൊക്കെ നമുക്ക് ഇത്തിരി പുച്ഛമായിരിക്കും ചില സമയത്ത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന കുറച്ചും കൂടെ ജ്ഞാനം വേണം. അത് മെച്യൂരിറ്റി കൂടുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നത്. മനസ്സിലായി? ഇപ്പോൾ കുറച്ച് ഇമ്മെച്യൂർഡ് ആണ് നിങ്ങളുടെ എനർജി എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ കൂടെയുള്ള ആളെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. മൂന്നാമത്തെ കാർഡ് സാക്രിഫൈസ്. അപ്പോൾ നിങ്ങൾ എന്തോ വളരെയധികം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന എന്തോ ഒരു കാര്യം, അത് നിങ്ങൾക്ക് വിഷമാണ്. അത് നിങ്ങൾ ത്യജിക്കണമെന്നാണ് പറയുക. കാരണം അത് സ്ലോലി പതുക്കെ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്, പക്ഷേ നിങ്ങൾ വേറെ ഏതൊരു ടോക്സിക് സിറ്റുവേഷനിൽ കൂടിയാണ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആള്, ആ പേഴ്സൺ ഇപ്പം എന്താണ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ട്രാവൽ ചെയ്യാണ് പേഴ്സൺ, എവിടേക്കോ യാത്രയിലാണ് ഈ പേഴ്സൺ, കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലില്ലായിരിക്കും, ഈ പേഴ്സൺ യാത്രയിലാണ്. ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ. ചിലപ്പോൾ ബിസിനസ് ആവശ്യത്തിനായിരിക്കും, ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾക്കായിരിക്കാം. എന്തായാലും നിങ്ങളോട് പറഞ്ഞിട്ടാണോ പോയേക്കുന്നത് ഈ യാത്ര? ഇതൊരു കടല് കടന്ന് പോയേക്കാണ് ഇപ്പോൾ, കേട്ടോ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 8 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. ഇത് ഒരു പണത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ചില സമയത്ത് എന്താ പറ്റുകയെന്നറിയോ? ഈ സ്മഗ്ലിങ്, മനസ്സിലായി? നമ്മൾ പേപ്പറിലൊക്കെ കാണില്ലേ, ഇങ്ങനെ ആൾക്കാർ പോയിട്ട് മ്യൂൾസ് എന്ന് പറയും, അവർ കാരിയേഴ്സാണ്, സ്മഗിൾ ഗുഡ്സിൻ്റെ കാരിയേഴ്സാണ്. അപ്പോൾ അതിനു വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഫഷനിൽ എന്തെങ്കിലും ആണോ നിങ്ങൾ ഈ സ്നേഹിക്കുന്ന ആള്? നിങ്ങൾക്കറിയാമോ എന്ന് അറിയില്ല, പക്ഷേ അതിന് അവർ ചിലപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ അവർ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ ബാഗിലൊക്കെ കൊണ്ട് വെച്ചിട്ട് അങ്ങനെയൊക്കെ അവരൊക്കെ മ്യൂൾസ് ആക്കും. ചിലർ അറിഞ്ഞുകൊണ്ട് അതിന് തയ്യാറാവും, ഒരു പണം കിട്ടും അവർക്ക്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു സിറ്റുവേഷനാണ് എൻ്റെ മനസ്സ്. കാരണം ഇവിടെ യാത്രയിലാണ്, പണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ചിലപ്പോൾ ഒരു ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കോൺടാക്ട്സിന് വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു നെഗറ്റീവ്. കാരണം ഇവിടെ 8 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. നല്ലൊരു കാര്യമല്ല 8 ഓഫ് പെന്റക്കിൾസ്. വർക്ക് ചെയ്യാതെ പണം ഉണ്ടാക്കുക, അങ്ങനെയാണെങ്കിൽ അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയി, അങ്ങനത്തെ ഒരു യാത്രയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ടോറസ്, വെർഗോ, കാപ്രിക്കോൺ സോഡിയാക് സൈനാണ്. പണത്തിൻ്റെ കാര്യമാണ് ഇവിടെ യാത്രയുടെ ഉദ്ദേശം എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളെ ഓർക്കും. ഇപ്പം നോ കോൺടാക്റ്റിലാണ് ഈ പേഴ്സൺ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. കാരണം ആ പേഴ്സൺ ഏത് അവസ്ഥയിലാണെന്ന്, അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയാൻ വേണ്ടി, നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പേഴ്സൺ യാത്രയിലാണ്, നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ടോ? നോ കോൺടാക്റ്റ് ആണല്ലോ. ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. യെസ് കാർഡ് നോ ആണ് പറയുന്നത്. ഇവർക്ക് നിങ്ങളുള്ള റിലേഷൻഷിപ്പിൽ അവരൊരു പ്ലാനിങ് ഇല്ലാതെയായിരിക്കും വന്ന് കയറിയത്, മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ കാര്യം ഇപ്പം അവർ മാറ്റി വെച്ചേക്കുകയാണ്. കാരണം അതിന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒന്ന് മാറ്റി നിർത്തിയേക്കാണ്. ഇവിടെ എംപററാണ് കാണിക്കുന്നത്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിയാണ്. പണത്തിൻ്റെ പുറകെ ഓടുന്ന ഒരു എനർജി ആവുമ്പോൾ ആ പേഴ്സണ് ഇമോഷണലായ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കാൻ സമയമില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോ ആണ് വരുന്നത് ഇവിടെ. പിന്നെ
അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് നിങ്ങൾ ഈ പേഴ്സന്റെ കൺട്രോളിലാണെന്ന്, ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഈ പേഴ്സണിലെ കൺട്രോളിലാണെന്ന് ആ പേഴ്സൺ അറിയാം. അപ്പം നമ്മളുടെ കൺട്രോളിൽ ഉള്ള ഈ നമ്മളുടെ ആട് എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് ഒരു പോലീസുകാരൻ ഒരു കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ അയാൾ ഓടിപ്പോകുമ്പോൾ മറ്റേ പോലീസുകാരൻ പറയും സാറേ ദേ അവൻ പോയി എന്ന് പറയുമ്പോൾ പറയും അത് നമ്മളുടെ വീട്ടിലെ പശുവല്ലേ, അതിന് നമുക്ക് എപ്പോഴും വേണം പിടിക്കാമല്ലോ. ആ ഒരു നിങ്ങൾ അതുപോലെയാണ് എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ കൺട്രോളിലാണ് നിങ്ങൾ. എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാം ഈ പേഴ്സണ്. അതുകൊണ്ട് ഇതൊരു സ്ട്രെസ് അല്ല, അത് ധൃതിയില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് മതി. ആദ്യം ഈ കാര്യങ്ങൾ ചെയ്യണം, ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. ഏരീസ് സോഡിയാക് സൈൻ ആണത്. ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പതുക്കെ മതി എന്നാണ് പറയുന്നത് കോൺടാക്ട്. എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആണെന്നാണ് പറയുന്നത്. കാരണം ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ വേറെ പല കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിക്കാൻ റെഡിയല്ല. നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ വേണം, പക്ഷെ അത് സ്ഥിരമായിട്ട് വേണ്ട. ഈ പേഴ്സന്റെ കൺട്രോളിലാണല്ലോ നിങ്ങൾ, അപ്പോൾ എവിടെ പോവാനാണ് എന്നൊരു മനസ്സിലൊരു ചിന്തയുണ്ട് ഈ പേഴ്സന്റെ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ വെർഗോ പൈസസ് കാണിക്കുന്നുണ്ട് ഇവിടെ. കൺഫ്യൂഷൻ ഒന്നുമില്ല ആ കാര്യത്തിൽ. നിങ്ങൾ ഈ പേഴ്സണിനെ കാത്തിരിക്കുമെന്ന കാര്യത്തിൽ ഈ പേഴ്സൺ ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ എപ്പോൾ കോൺടാക്ട് ചെയ്യലും നിങ്ങളെ അവൈലബിൾ ആണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇവരെന്ത് ആക്ഷനാണ് എടുക്കുക? നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അവർ എന്ത് ആക്ഷനാണ് എടുക്കുക? ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ വളരെ സെൻറ്റി ആയിട്ട് നഷ്ടങ്ങളുടെ കഥ പറയും. ഒന്നില്ലെങ്കിൽ പണനഷ്ടം, അല്ലെങ്കിൽ ഇവരുടെ ആരെങ്കിലും മരിച്ചു, എന്തൊക്കെയോ നഷ്ടമായി എന്നൊരു സെൻറ്റിമെൻ്റൽ ഡയലോഗാണ് അടിക്കാൻ പോകുന്നത്. സെൻറ്റി ആയിട്ടാണ് വരാൻ പോകുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക്. ഭയങ്കര ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല, ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ, വളരെയധികം പ്രതീക്ഷിച്ചു, പക്ഷെ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അത് കള്ളത്തരമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് എന്താ പറയുക, സ്ഥിരമായിട്ടുള്ളതാണ്, പുതിയതായിട്ടുള്ളതല്ല. എപ്പം നിങ്ങളെ കാണാൻ വരുമ്പോഴും ആ പേഴ്സൺ സെൻറ്റി അടിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ ഇമോഷൻസിൽ വീഴുമെന്ന ഒരു കാര്യം ഈ പേഴ്സൺ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ കള്ളത്തരം പറയും നിങ്ങളോട്. അങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നത്. സെൻറ്റി അടിച്ചിട്ടാണ് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു സെൻറ്റി അടിക്കാനായിട്ട് എപ്പോഴും ശീലമാണ് പേഴ്സൺ നിങ്ങളോട് നുണ പറയുക, ഇമോഷണലായിട്ട് സംസാരിക്കുക, നിങ്ങളെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇതൊക്കെ ഈ പേഴ്സൺ എന്നെ നീയല്ലാതെ പിന്നെ ആരെ ഇങ്ങനെ സ്നേഹിക്കും, എന്താ പറയുക, നീ പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഡയലോഗ് നമ്മൾ ഫീൽ ചെയ്യും. ഓ ശരിയാ പാവം, മനസ്സിലായി. നിങ്ങൾ നിങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഈ പേഴ്സൻ്റെ കാര്യമാണ് ചിന്തിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിലെല്ലാം വീഴും. അതുമല്ല നിങ്ങൾക്കൊരു ഈഗോ ബൂസ്റ്റ് തരികയാണ്. നീ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്ന പോലെ എല്ലാവരും സ്നേഹിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഈഗോ, ഞാൻ എന്തൊക്കെയോ ആണ്, അപ്പോൾ പേഴ്സൺ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ നിങ്ങൾ അങ്ങോട്ട് ചിന്തിച്ച് എന്താ പറയുക വയ്യാണ്ടാവും. മനസ്സിലായോ? അങ്ങനെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണെന്ന് ഈ പേഴ്സൺ അറിയാം. നിങ്ങൾ ഇനിയും ഇവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇവിടെ ഒരു ഫ്യൂച്ചർ കാണുന്നില്ല, ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം വരുന്നേ ഇല്ല ഇവിടെ. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇനി ഇവർക്ക് വേണ്ടി കാത്തിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ വലിയ മാനിപ്പുലേഷനാണ് നടക്കുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളെ ഈ പേഴ്സൺ വെറുതെ വലിപ്പിക്കുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഒരു ഫ്യൂച്ചർ കാണുന്നില്ല, മനസ്സിലായി. ഇത് നിങ്ങൾ അനുവദിക്കുന്നത് വരെ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളാണ് അനുവദിക്കുന്നത്, അല്ലാതെ ഈ പേഴ്സൺ എന്നെ ഫോഴ്സ് ചെയ്ത് കോൺടാക്ട് ചെയ്യുന്നു എന്നല്ല. നിങ്ങൾ അനുവദിക്കുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. മിക്ക കാര്യങ്ങളും നോ എന്ന് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ. പക്ഷെ നമ്മൾ ഈ അർദ്ധ മനസ്സോടെ നോ എന്ന് പറയുമ്പോഴാണ് അവരത് യെസ് ആയിട്ട് എടുത്ത് പുറകെ കൂടുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ കാണിക്കുന്നത്, നോ പറയാനുള്ള ഒരു മടി. ഇവിടെ ഒരു 2 ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു പ്ലാനിങ്ങും ഇല്ല, ഒന്നും നിങ്ങളെ ചൂസ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. 7 ഓഫ് വാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സന്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര ഡിഫെൻസീവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ സാക്രിഫൈസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത് പോയിസൺ ആണ്. ഈ പേഴ്സൺ വിഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളെ പതുക്കെ നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻഡ് ആവുകയാണ്, മനസ്സിലായി. നിങ്ങളുടെ ഇമോഷൻ മുഴുവൻ, നിങ്ങളുടെ ലൈഫിലെ സത്ത് മുഴുവൻ ഈ പേഴ്സൺ ആണ് വലിച്ചെടുക്കുന്നത്. അതും ഒരു ഗുണവുമില്ല. ഇതൊരു ക്രീപ്പർ പോലെ, നമ്മുടെ ഇത്തിക്കണ്ണി പോലത്തെ ഒരു സാധനമാണ്.
അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഈ പേഴ്സണെ കൊണ്ട് നടക്കുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ട് മീൻസ് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. എപ്പോഴും നിങ്ങൾ സ്ട്രഗിളിലായിരിക്കും, എപ്പോഴും നിങ്ങൾ ഇമോഷണൽ സ്ട്രെസ്സിലായിരിക്കുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ റീഡിംഗ്. ജെമിനായി, വെർഗോ, പൈസീസ്. എറീസ്. ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപ്പിയോ. നമ്മൾ ലാസ്റ്റ് കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ, ഭഗവാനെ, ഭഗവാനെ. ഇതാണ് 3 കാർഡ്സ് നിങ്ങൾക്ക് വന്നേക്കുന്നത് ഭഗവാനെ. അപ്പോൾ 3 കാർഡ്സ് വന്നിട്ടില്ല. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ ടൈം തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങളുടെ നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത് വളരെ അതിശയകരമായ വ്യത്യാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ, നല്ല വ്യത്യാസങ്ങൾ. പിന്നെ നിങ്ങൾ ദൈവത്തിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കുറേ കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹങ്ങൾ നടക്കാനുണ്ട് നിങ്ങൾക്ക്. അതിനൊക്കെ വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ ആ കാര്യങ്ങൾ ഈ സമയത്ത് നടക്കുമെന്നാണ് പറയുന്നത്. എന്തോ ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ അത് പറയുന്നത് അഡിക്ഷൻ ചിലപ്പോൾ ഒരു പ്രത്യേക ആളോടായിരിക്കാം, ഒരു പ്രത്യേക സിറ്റുവേഷനോടായിരിക്കാം. എന്തായാലും ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടെന്ന് പറയുന്നത്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന കാര്യം, എന്നുവെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അഡിക്ഷൻ ആകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്ന ആളിപ്പോഴെന്താണ് ചെയ്യുന്നത്? കിങ് ഓഫ് പെന്റക്കിൾസ്. പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്, ഇഷ്ടംപോലെ പണമുണ്ട്. ഈ പേഴ്സൻ്റെ കരിയറിൻ്റെ ഏറ്റവും ഹൈറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. അപ്പോൾ വളരെ ഫ്ലറിഷ്ഡ് ആണ്, എന്ന് വെച്ചാൽ സ്വത്ത്, പണം, പ്രശസ്തി എല്ലാത്തിൻ്റെയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഭഗവാനെ. കാർഡ്സ് ഒരു നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വരുന്നത് ഭഗവാനെ. കമ്മ്യൂണിക്കേഷൻ ഇല്ല, ക്ലാരിറ്റി ഇല്ല, ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത് നോ കോണ്ടാക്ട്, ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നോ കോണ്ടാക്ട് വരുന്ന ഒരാളാണ്. മനസ്സിലായി? ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാൻ, ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആണ് ഇവിടെ. കമ്മിറ്റ്മെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ പേഴ്സൺ, ഈ സിറ്റുവേഷൻ. കാരണം ഈ പേഴ്സൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പണം സമ്പാദിക്കുക. ഈ പേഴ്സൻ്റെ കരിയറാണ് ഈ പേഴ്സൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വളരെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എനർജിയാണിത്. അപ്പോൾ ഇവർ ചിലർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ വിവാഹം കഴിക്കണം, ആരെയെങ്കിലും വിവാഹം കഴിക്കണം. ഇവർ ലവ് മാരേജിന് പോകുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ വിവാഹം കഴിക്കുക എന്നത് പറഞ്ഞത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആരെങ്കിലും വിവാഹം കഴിച്ച്, പക്ഷേ ആ വിവാഹം കഴിക്കുന്ന ആളെ പിന്നെ ഒരിക്കലും അവർ ഉപേക്ഷിക്കില്ല. എന്ന് വെച്ചാൽ ആരെ വിവാഹം കഴിച്ചാലും സിറ്റുവേഷൻ ഇതാണ്. കാരണം ഇവരായിട്ട് മാറില്ല, ഇവരെ ലൈഫിലേക്ക് വരുന്നവരാണ് മാറേണ്ടത്.
അപ്പോൾ ആര് വന്നാലും ഇവര് തന്നെ ആയിരിക്കും. വരുന്നവരെ അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഇവർ ആരെ വിവാഹം കഴിച്ചാലും അത് തന്നെയാണ് അവസ്ഥ. ലവ് മാരേജ് ആണെങ്കിലും അല്ലാതെ അറേഞ്ച് മാരേജ് ആണെങ്കിലും അവസ്ഥ അതാണ്. ഇവർ മാറില്ല. ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് വരുന്നവരെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ആരെ വിവാഹം കഴിച്ചാലും പ്രശ്നമില്ല. ഇവര് ആ ഒരു സ്റ്റാൻഡ് എടുത്തേക്കാണ്. വരുന്നവരെ അഡ്ജസ്റ്റ് ചെയ്യുക. ഡിവോഴ്സ് ഒന്നും നടക്കില്ല. അവർ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഫാമിലി നോക്കും, മക്കളെ നോക്കും, ഭാര്യ ഭർത്താവ് അവരെല്ലാം വളരെ സീരിയസ് ആയിട്ട് നോക്കും. മനസ്സിലായോ? പക്ഷെ ഇമോഷണലി അവരോട് അറ്റാച്ച്ഡ് ആവില്ല. അതുപോലെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുമില്ല. ഇവരുടെ ജീവിതത്തിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ മതി. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇവർ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ്, കല്യാണം കഴിച്ച ഒരു എനർജിയാണിത്. കുട്ടികളുള്ള ഒരു എനർജിയാണ്. ഫാമിലിയോട് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ പാസ്റ്റിലെ ആളാണോ? നിങ്ങൾ വിവാഹം കഴിക്കാൻ ഇരുന്നിട്ട് വിവാഹം കഴിക്കാൻ പറ്റാതിരുന്ന ഒരു എനർജിയാണോ ഇത്? നമുക്കൊന്ന് നോക്കാം. ഇവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഇവർ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ, പക്ഷെ നമുക്ക് ചോദിച്ചല്ലേ പറ്റുള്ളൂ. ഇവർ നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ? നോ. പക്ഷേ ഇത് കള്ളൻ്റെ കാർഡാണ്, മോഷ്ടാവിൻ്റെ കാർഡാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ നിങ്ങളെ നോക്കുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾ കാണുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്നതും നിങ്ങൾ കുറേ നേരം നോക്കി നിൽക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സണോട് നേരിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ നോക്കാറുണ്ടോ എന്നെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും പേഴ്സൺ. ഒരു കാര്യവും തുറന്ന് പറയാത്ത, എല്ലാം സീക്രട്ടായിട്ട് വെക്കുന്ന, ഒരാൾക്കും പിടുത്തം കൊടുക്കാത്തതെന്നാണ് ആ ശരിക്കുള്ള വേർഡ്. ഒരാൾക്കും ഒരു തരത്തിലും പിടുത്തം കൊടുക്കാത്ത ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞാൽ ഇല്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ പക്ഷേ ഈ പേഴ്സൺ തിരിഞ്ഞു നോക്കിയാൽ പോകണം. അപ്പം നിങ്ങളെ ഓർക്കുന്നുണ്ട് ഈ പേഴ്സൺ. പക്ഷേ ഓർക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? കിങ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്, ടെമ്പറൻസ് റിവേഴ്സ് ആണ്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വരും. നിങ്ങൾ എന്തിനാണ് ഓർക്കുന്നത് എന്നൊരു ചോദ്യം അടുത്തത്. അപ്പം ആ ഒരു ചോദ്യത്തിലേക്ക് പോകാനും പിന്നെ അവിടെ കിടന്ന് എന്താ വട്ടം കറങ്ങാനൊന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കും. അപ്പം ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ സത്യം ഒളിച്ചു വെക്കുകയാണ്, നുണ പറയുകയാണ് നിങ്ങളോട്, നിങ്ങൾ ഓർക്കുന്നില്ല എന്ന്. അതുപോലെ തന്നെ ലൈഫിലെ ബാലൻസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ പേഴ്സൺ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആ പേഴ്സൻ്റെ മനസ്സിലുണ്ട്, അത് തുറന്ന് പറയില്ല. കാരണം അപ്പോൾ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പേഴ്സണെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആരെങ്കിലും അറിയാനിട വന്നാൽ. അതുകൊണ്ടാണ് നോ എന്ന് പറയുന്നത്. കൊള്ളാലോ. അപ്പോൾ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നോ കോൺടാക്റ്റിലാണല്ലോ. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ, ഇത് സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. നേരായ വഴിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഓക്കെ, പക്ഷെ ഞാനായിട്ട് നേരായ വഴിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ലിബ്ര സോഡിയാക് സൈൻ ആണ്. കാരണം അത് ഭയങ്കര സ്ട്രെസ്സിലേക്ക് പോകും. നമ്മൾ രണ്ടുപേരും നോ കോൺടാക്റ്റിൽ ഇരിക്കുകയാണ്. റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് ആണ്, ഫ്യൂച്ചറില്ല, പോസിബിൾ അല്ല, കമ്മിറ്റ്മെൻ്റ് ഇല്ല. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്സിലേക്കാണ് പോകുന്നത്. ആക്ഷൻ എടുത്തു, എന്ത് ചെയ്യണം എന്നറിയില്ല, എവിടെ പോകണം എന്നറിയില്ല, റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നറിയില്ല, കോൺടാക്ട് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല, മൊത്തം സ്ട്രെസ്സാണ്. അവസാനം നിങ്ങൾ നോ കോൺടാക്റ്റിലേക്ക് പോകും. പിന്നെ ഒരു സമാധാനമാണ്. പിന്നെയും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ കോൺടാക്ട് ചെയ്താൽ ആ സൈക്കിൾ തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ നിങ്ങളെ ഈ പേഴ്സണായിട്ട് കോൺടാക്ട് ചെയ്യില്ല. നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നോക്കാം, ഞാൻ റെസ്പോണ്ട് ചെയ്യാമെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ പേഴ്സണൽ ലൈഫിൽ കുട്ടികളുണ്ട്. ഇതൊരു മകളുള്ള ഒരു എനർജിയാണ്. മൂത്തതൊരു മകളുള്ള ഒരു എനർജിയാണ്. ഓക്കെ, എന്ത് ആക്ഷനാണ് ഇവരെടുക്കുക? നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷനാണ് അവരെടുക്കുക? എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? സീക്രട്ടാണ് കേട്ടോ. ഹിഡൻ അജണ്ടയാണ് ഈ പേഴ്സൻ്റെ. വളരെ സെൽഫിഷാണ് ഈ പേഴ്സൺ. സ്നേഹമില്ലായ്മയല്ല, ഈ പേഴ്സണ് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളിലേക്കൊന്നും ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യില്ല. അതാണ് ഇത്. ഒരു സിറ്റുവേഷനിലേക്ക് പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്കൽ കോൺടാക്റ്റ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയി മീറ്റ് ചെയ്യാം, അതൊക്കെ സംസാരിക്കാം, നോ പ്രോബ്ലം. പക്ഷേ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾ പിന്നെ ഈ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആയി. അപ്പോൾ പുറത്തുള്ള റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി എനർജി സ്പെൻഡ് ചെയ്യാൻ ഈ പേഴ്സൺ റെഡിയല്ല. അതാണ് ഈ പേഴ്സൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ
ഈ പേഴ്സൺ ഇത് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ വളരെ സീക്രട്ടീവായിട്ട് എടുക്കുകയുള്ളൂ. എന്തേ കള്ളത്തരം കാണിക്കുന്നുണ്ടോ? വളരെ ഷാലോ ആണ്, ഹിഡൻ അജണ്ടയുള്ള ഒരാളാണ്. ഈ പേഴ്സണ് നിങ്ങൾ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അറിയാം. നിങ്ങളുമായിട്ട് വളരെയധികം ഒരു മാനസിക ബന്ധമുണ്ട് ഈ പേഴ്സണ്. കാരണം നിങ്ങളെ ഈ പേഴ്സൺ ഉപേക്ഷിക്കാൻ നോക്കിയപ്പോൾ നിങ്ങളായിരിക്കില്ല ഈ പേഴ്സൻ്റെ ആദ്യത്തെയോ അവസാനത്തെയോ എക്സ്ട്രാ റിലേഷൻഷിപ്പ്. പക്ഷേ ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ ഈ പേഴ്സൺ പെട്ടുപോയി. കാരണം ഒരു ബോണ്ട് ഉണ്ട് നിങ്ങൾ തമ്മിൽ. നിങ്ങളും അവരും അറിയാതെ നിങ്ങളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ, ഒരു ലവേഴ്സ് പോലെ, പണ്ടെങ്ങോ കളഞ്ഞു പോയ ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധമാണ് ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് നിങ്ങളുമായിട്ട്. പക്ഷെ തുറന്ന് പറയാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നില്ല. കാരണം ആക്ഷൻ എടുത്താൽ ഇതൊരു വലിയ സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. രണ്ടുപേർക്കും അകന്ന് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഈ പേഴ്സൺ അത് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചോദിച്ചാലും നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ്. എല്ലാം കള്ളത്തരം പറയുന്ന ഒരു എനർജിയാണ്. കാരണം ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് വരും. വളരെയധികം പ്രശ്നങ്ങളിലേക്ക് അത് പോകുന്നതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നത്. വെർഗോ, പൈസീസ്, ജെമിനായി, നിങ്ങൾ ഇനിയും ഇവർക്ക് വേണ്ടി കാത്തിരിക്കണോ? നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുക. അല്ലെങ്കിൽ ഓക്കെ, ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഫ്യൂച്ചർ പോസിബിൾ അല്ല. അപ്പോൾ കാണുമ്പോൾ ആ പേഴ്സണെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, നല്ല തരത്തിൽ ആ പേഴ്സണെ ഓർക്കുക. മനസ്സിലായോ? ആ പേഴ്സൺ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കുക. അല്ലാതെ നിങ്ങൾ ഇതൊരു റിലേഷൻഷിപ്പ്, കമ്മിറ്റ്മെന്റ് വേണം, റിലേഷൻഷിപ്പിലേക്ക് പോകണം, നിങ്ങൾ ഈ പേഴ്സണെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു കാത്തിരിപ്പിലാണെങ്കിൽ പണിയാവും. അതായത് നിങ്ങൾക്ക് ആൾക്ക് വേണ്ടി, ആ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുന്നതിന് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കാത്തിരിക്കുന്നത് കാര്യമാണ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റാൻഡ് എടുക്കുക നിങ്ങൾ. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്, ഇത് ബ്രേക്ക് ആവില്ല. ആര് ട്രൈ ചെയ്താലും ബ്രേക്ക് ആവില്ല. പക്ഷേ ഇതൊരു കമ്മിറ്റ്മെന്റിലേക്കോ ഒരു റിലേഷൻഷിപ്പിലേക്കോ ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല ഇവിടെ. മനസ്സിലായോ? കാരണം ആ പേഴ്സന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആവും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓടിക്കളയുന്ന ഒരു എനർജിയാണ്. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് പറ്റില്ല, ഒരു റെസ്പോൺസിബിലിറ്റി ആ പേഴ്സണ് പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആ പേഴ്സൺ. അപ്പൊ ഇവിടെ പറയുന്ന നിങ്ങളോട് ഇതൊരു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. വിവാഹം കഴിക്കാതെ ഈ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കാൻ നിങ്ങൾ വിവാഹം കഴിക്കാം. നിങ്ങൾ വേറൊരാളെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഈ പേഴ്സന്റെ മനസ്സിൽ വേദന ഉണ്ടാവുമെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അപ്പോഴും ബ്രേക്ക് ആവില്ല. കാരണം ഈ പേഴ്സൺ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കൊരു ആരെങ്കിലും വേണം. അത് ഈ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായ ഒരു എനർജിയാണ്. മനസ്സിലായോ? ഈ പേഴ്സന്റെ ലൈഫിലുള്ള ഇപ്പോഴത്തെ പാർട്ട്ണറെ ഈ പേഴ്സൺ നന്നായിട്ട് നോക്കും. മക്കളുണ്ടെങ്കിൽ മക്കളെ എല്ലാം നന്നായിട്ട് നോക്കും. അവർക്ക് വേണ്ട ഒരു സമ്പാദ്യം ഒക്കെ ഉണ്ടാക്കും. അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. മനസ്സിലാവുണ്ടോ? പക്ഷേ അവരെ സ്നേഹിക്കണമെന്നില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ കാത്തിരിക്കാം. ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ബോണ്ട് ആയതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് അത് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി ജീവിതം അടിയറ വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഈ പേഴ്സൺ അല്ലാതെ വേറെ ആരും സ്നേഹിക്കില്ല, ഫൈൻ, സ്നേഹിച്ചോളൂ. പക്ഷേ ഈ പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിലൊരു പ്രാക്ടിക്കാലിറ്റി ഇല്ല. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതൊരു ബേർഡൻ ആയിട്ട് മാറും. മനസ്സിലായി? നിങ്ങൾ പ്ലാനിങ്ങോട് കൂടി പോവുക, ലോങ് ടേം പ്ലാൻ എടുക്കുക. ഈ പേഴ്സൺ സക്സസ്ഫുൾ ആണ്. മനസ്സിലാണോ? അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പടുത്തുയർത്തുക, നിങ്ങൾ സക്സസ്ഫുൾ ആകുക. ഈ പേഴ്സന്റെ അത്രയും അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ. ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ എങ്ങനെയാണ് റെസ്പോൺസിബിൾ ആകുന്നത് അതുപോലെ തന്നെ കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് കാണുന്ന, ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളെയാണ് ഈ പേഴ്സൺ റെസ്പെക്ട് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ട് കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോവുക. ഇമോഷൻസിന് ഇവിടെ സ്ഥാനമേ ഇല്ല. അതാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ജെമിനായി, വെർഗോ, പൈസീസ്, ലീബ്ര, സാജിറ്റേറിയസ് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഒരു കാര്യവും വിട്ടു പറയില്ല, ആർക്കും പിടികൊടുക്കില്ല. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ യെസ് പറഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെന്റ് ആയി, നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യും. അപ്പം മേ ബി ഇടയ്ക്കുള്ള ഒരു ഡയലോഗ്, ആണോ അങ്ങനെയാണോ എനിക്കറിയില്ല, ഇങ്ങനെ പറയുന്ന ആളുകളില്ലേ, അവിടെയാണ്. അതുപോലത്തെ ഒരു എനർജിയാണ് ഇത് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഒരു അഡിക്ഷനാണ്, നിങ്ങൾക്ക് തലവേദനയാണിത്. അപ്പോൾ ഇതാണ് അവസാനത്തെ റീഡിംഗ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ,
എത്രയോ ആളുകളൊക്കെയാണ് മരിച്ചത് അല്ലേ, ആക്സിഡൻറ്റിലും പ്ലെയിൻ ക്രാഷും. ഭഗവാനെ, ജീവിതം ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മളുടെ ജീവിതം. പ്രാർത്ഥിക്കുക കേട്ടോ. ദൈവം എപ്പോഴും സഹായിക്കും നമ്മളെ. അപ്പോൾ സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. ബൈ ബൈ.